അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കടി കിട്ടാനും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു പുതിയ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മളിപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് കേട്ടോ ഇവിടെ സംസാരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ആ ഒരു ഫ്രണ്ട് സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ നല്ല നീളത്തിലും വീതിയിലൊക്കെ ഉള്ള സ്റ്റെപ്പുകളല്ലേ നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു സ്റ്റെപ്പിന് നമ്മൾ പടി കയറി ഇങ്ങനെ കയറി വരിക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല ഇപ്പോഴത്തെ കാലത്തുള്ളത്. കാരണം നമ്മളത് ഒരു രാവിലെ മോർണിംഗ് സമയത്തും അതുപോലെ തന്നെ ഈവനിങ് സമയത്തൊക്കെ നമ്മൾ അവിടെ വന്നിരുന്ന് ചായ കുടിക്കുക, ആ സ്റ്റെപ്പും ഇരുന്ന് കുട്ടികൾ കളിക്കുക, അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ നീളത്തിലും വീതിയിലൊക്കെ ഉള്ള സ്റ്റെപ്പുകൾ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പിന്ററസ്റ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആ ഒരു ട്രെൻഡ്, വിദേശത്തു നിന്നൊക്കെയുള്ള ആ ഒരു ട്രെൻഡ് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ട് ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ഒക്കെ വരയ്ക്കുന്ന പ്ലാനിൽ ഒരുപാട് പുതിയ വീടുകളിൽ കണ്ടുവരുന്നതാണ്. സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ ആ സ്റ്റെപ്പിന് നമ്മൾ കാൻഡിലിവർ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഫ്ലോട്ടിംഗ് സ്റ്റെപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പിന്റെ അടിയിലും നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റെപ്പുകൾ പണിയുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പുകൾ പണിയുമ്പോൾ ചെലവ് കൂടുന്നുള്ളത് ഒരു കാര്യം. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിന്റെ അടിയിലുള്ള ഈ ഗ്യാപ്പുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് ഇല്ലാത്ത സ്റ്റെപ്പുകൾ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ഇറങ്ങാനൊക്കെ. കാരണം ഈ പാമ്പ് പോലുള്ള ജീവികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് ഈ ഫ്രണ്ടിലെ സ്റ്റെപ്പിനോട് ചാരി ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പിനോട് ചാരി ഇവർ വന്നിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ സ്റ്റെപ്പ് ആണെങ്കിൽ തന്നെ നമുക്ക് കടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാൻഡിലിവർ സ്റ്റെപ്പുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഇഴജന്തുക്കളൊക്കെ വന്നിട്ട് ഈ ഒരു സ്റ്റെപ്പിന്റെ ഇടയിൽ അത്യാവശ്യം അവർക്ക് ഒളിച്ചിരിക്കാനുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് ചുരുണ്ടുകൂടി കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കിത് ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗ്യാപ്പിനുള്ളിലേക്ക് നമുക്ക് കാഴ്ച എത്തില്ലല്ലോ. മുകളിലേക്ക് കയറുന്ന സമയത്താണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിക്കൂല, കുനിഞ്ഞ് അതിന്റെ ഉള്ളിലേക്കൊന്നും നോക്കൂല. അപ്പൊ നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ കാലങ്ങോട്ട് ഇറക്കി വെക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരും. ഇറങ്ങിയതിന്റെ ശേഷമല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കടി കിട്ടാനും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാൻ വേണ്ടി, മോഡൽ ആവാൻ വേണ്ടിയിട്ട് മാത്രം ആരും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുള്ള ട്രെൻഡുകളും ഡിസൈനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഞ്ചിനീയേഴ്സ് ഇങ്ങോട്ട് ഐഡിയ തരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ പറയാം ഇങ്ങനത്തെ സ്റ്റെപ്പ് നമുക്ക് വേണ്ട എന്നുള്ളത്. കാരണം ഇതിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മാത്രമല്ല ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.